से चलकर जयपुर आने वाली 19717 ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റോ ലൈഫ് ആൻഡ് വെൽക്കം ടു രാജസ്ഥാൻ. ഞാനിപ്പോൾ ഉള്ള ജയ്പൂർ. എൻ്റെ തൊട്ട് ബാക്കിൽ കാണാം ഹവാമഹലാണ്. ഇന്നലെ ഞങ്ങളിവിടെ വന്നതാണ്, ഞാനും അമീന് നിങ്ങൾക്കറിയാം, മൂന്നാർ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ജയ്പൂർ വന്ന് ഇറങ്ങി. ഈ ഹവാമഹലിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടൊരു ഹോസ്റ്റലെടുത്തു. ഇന്ന് രാവിലെ ഇപ്പോൾ ഹവാമഹൽ കാണാൻ വേണ്ടി വന്നതാണ്. ജയ്പൂർ നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒരു പിങ്ക് സിറ്റി ആയിട്ട് അറിയപ്പെട്ടതിന് പിന്നിലും അതുപോലെ ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ ചുവന്ന കളറിൽ മാറ്റപ്പെട്ടതിന് പിന്നിലും ഒരു കഥയുണ്ട്. അതായത് പണ്ടൊരു ബ്രിട്ടീഷ് രാജകുമാരനെ നഗരത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ രാജാവ് ഇവിടുത്തെ നഗരങ്ങളും കെട്ടിടങ്ങളൊക്കെ മോടി പിടിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനോട് ചേർന്നാണ് ഇങ്ങനെ ചുവന്ന കളറിലേക്ക് ഈ കെട്ടിടങ്ങളെല്ലാം പിന്നീട് മാറ്റപ്പെട്ടത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പിങ്ക് സിറ്റിയിലേക്ക് രൂപാന്തരപ്പെട്ടത്. അതുപോലെ ഈ ചുവന്ന കളർ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിലും ഇവിടുത്തെ രാജസ്ഥാൻ്റെ ചുവന്ന മണ്ണിൻ്റെ ഒരു പ്രാധാന്യമുണ്ട് കേട്ടോ. ഹവാമഹലിൻ്റെ ഓപ്പോസിറ്റ് ഇതേ അവിടെ കുറേ കഫേകളുണ്ട്. അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള വ്യൂ ഒക്കെ കിട്ടും. ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊക്കെ ആണെങ്കിൽ കുറച്ച് ബെറ്റർ വ്യൂ ഉണ്ട്. പക്ഷേ ഞാൻ അങ്ങോട്ടൊന്നും പോകണില്ല. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ സ്ട്രീറ്റ് ഭയങ്കര വൃത്തിയാണ്. ഇവിടെ രാവിലെ മുതൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും, ഫോറിനേഴ്സ് ഉണ്ടാവും. അതുപോലെ ഇതിൻ്റെ ഒരു അറ്റത്ത് കുറേ ചായ ഷോപ്പുകളുണ്ട്. അതിനിടയിൽ 2 അപ്പൂപ്പന്മാർ അലുവ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പുണ്ട്. നല്ല രസമാണ് അവരത് ഉണ്ടാക്കുന്ന കാണാൻ. എനിക്ക് ഇവരുടെ തീം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം ഒരേ തീമിൽ, ആ ഹവാമഹലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റെഡ് തീമിൽ എല്ലാം ഒന്നുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരേ തീം, ഒരേ ഡിസൈന്, ഒരേ പാറ്റേൺ എല്ലാം. ഇതേ നിൽക്കുന്നു അമീന്. ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ അമീൻ രാവിലെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയും വീഡിയോയൊക്കെ എടുത്ത് അത് ആൾക്കാരെ കാണിക്കുന്നുണ്ട്. എന്തായി, പൈസ വല്ലതും കിട്ടുമോ ഫോട്ടോ എടുത്ത്? എന്ത് പ്രൊജക്റ്റ്? സോ നാട്ടിൽ നിന്ന് വരാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം ട്രെയിനാണ്. അധികം പൈസ ചിലവില്ല, പിന്നെ 4-5 പേരുടെ കംഫർട്ടാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് ട്രെയിൻ ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ. അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നേരത്തെയൊക്കെ കയറി ബുക്ക് ചെയ്താൽ കിട്ടുമായിരിക്കും. ഞാനൊന്ന് ട്രൈ ചെയ്തു, പക്ഷേ ഫെയിൽഡായി. അപ്പം ഞാനും അമീനും ചെന്നൈയിൽ വന്നു. ചെന്നൈയിൽ വന്നിട്ട് മിക്കവാറും ചെന്നൈയിൽ നിന്ന് ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ അടുത്തടുത്ത ദിവസങ്ങളിലോ ട്രെയിൻ ഉണ്ടാവും. ചെന്നൈയിൽ നിന്ന് നേരെ ജയ്പൂർക്ക് വന്നു. ജയ്പൂർ ഇറങ്ങി ഇന്നലെ പിങ്ക് സിറ്റിയൊക്കെ കണ്ടു. ഇന്നലെ രാവിലെ സെയിം ടൈം, ഇന്നലെ രാവിലെ ഇതേ സമയത്ത് തന്നെ ഹവാമഹലിൻ്റെ അവിടെ വന്നിറങ്ങി. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ജസ്റ്റ് ഒരു ഹോസ്റ്റൽ എടുത്തു. എല്ലാം ഈ ഒരു ഏരിയയിൽ നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യം ചെയ്ത് ഒരു ബൈക്ക് റെൻറ്റിനെടുത്തു. ഇതാണ് നമ്മൾ ഇന്നലെ റെൻറ്റിനെടുത്ത സ്കൂട്ടർ. നമുക്കിവിടെ ഒരു 400 രൂപ മുതൽ ഒരു 600 രൂപ വരെ ബൈക്ക് സ്കൂട്ടറൊക്കെ റെൻറ്റിന് കിട്ടും. ഏറ്റവും എളുപ്പമുള്ള പരിപാടി അതായിരിക്കും. ഊബറൊക്കെ എടുക്കുവാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരു റൈഡിന് ഒരു 100 രൂപയൊക്കെ ആവും. അപ്പോൾ നമ്മൾ ഒരു 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്ന ടൈം കൊണ്ട്. താക്കോല് എൻ്റെ കയ്യിലാണോ? ഓക്കെ, ബാഗിനകത്തല്ലേ? ശരി. ഇനി അടുത്ത് എങ്ങോട്ടാ? സിറ്റി പാലസ്. അടിപൊളിയായിരുന്നല്ലോ.
അത് ചിലപ്പോൾ കിട്ടുമായിരിക്കും കൂട്ടറാ. അതൊരു 85. ആ അമ്മോ അടിപൊളി കേട്ടോ പ്രാവ് പറക്കണേ. ഓ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിരുന്നു ഇവിടെ ഈ പ്രാവുകളുടെ കുറേ അഭ്യാസമുണ്ട്, നല്ല രസമുള്ള പരിപാടിയാന്ന് പറഞ്ഞത്. ആ കൊള്ളാം. ഇവിടെ ഒന്ന് ഇറങ്ങാം അല്ലേ? ഈ പ്രാവുകളെ കാണാനൊരു ഇതൊരു സംഭവമാണ്. രാജസ്ഥാൻ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നവംബർ ടു മാർച്ച് വരെയാണ്. നല്ല രസമുള്ള ടൈമാണ്. സ്കൈ ഒക്കെ ആണെങ്കിൽ നല്ല ബ്ലൂ സ്കൈ, അടിപൊളി. അധികം തണുപ്പില്ല, നമുക്ക് സഹിക്കാവുന്ന കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു തണുപ്പൊക്കെ ഉള്ളൂ. വൈകുന്നേരം രാത്രിയായി കഴിയുമ്പോൾ കുറച്ച് തണുപ്പുണ്ടാവും. പക്ഷേ പകലൊരു 8 മണി മുതൽ വൈകിട്ടൊരു 5 മണി വരെ നല്ല ക്ലൈമറ്റ്, അടിപൊളി ക്ലൈമറ്റാണ്. വാവ് അടിപൊളി മോനെ, സൂപ്പർ. ഇത് ഇവിടുത്തെ ഒരു മെയിൻ കാഴ്ച കേട്ടോ. ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്, വിദേശികളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ആൾക്കാരിപ്പുണ്ട്, അവരുടെ നിന്നെല്ലാം നമുക്ക് ഫുഡ് വാങ്ങിച്ച് പ്രാവിന് കൊടുക്കാം. അങ്ങനെ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും പ്രാവ് പറക്കുന്ന സമയത്തും ഒക്കെ എടുക്കാം. കൊള്ളാം. അത് അവരുടെ ഒരു ജീവിതമാർഗം, നമുക്കതൊരു രസം. സിറ്റി പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ എനിക്ക് അത്ര ഒരു താല്പര്യമില്ല. അതിൻ്റെ പുറത്തുള്ള ലൈഫൊക്കെ കാണാനാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു താല്പര്യം. ഇത് പ്രാവിന് ചുമ്മാ തീറ്റ കൊടുക്കൽ മാത്രമല്ല കേട്ടോ. അതേ തോർത്ത് കൊടുത്ത് വന്നേക്കണ ഒരുത്തൻ പ്രാവിന് ഇവിടെ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് പ്രാവിൻ്റെ മുമ്പിൽ നിന്ന് ഭക്ഷണം കൊടുത്തിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കേണ്ടത്. പുള്ളി രാവിലെ പ്രാർത്ഥിക്കാൻ വന്ന ഒരു സ്ഥലമാണിത്. അങ്ങനെ സിറ്റി പാലസിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. പോണതിന് മുമ്പ് ഞാൻ മറന്നുപോയ 1-2 കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് അത്യാവശ്യമായിട്ട് ഒരു മാസ്ക് മേടിക്കണം. നല്ല പൊടിയുണ്ട് ഇവിടെ, അല്ലെങ്കിൽ പൊടി നിന്നും മരിക്കും. പിന്നെ ജയ്പൂർ വന്നിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എൻട്രൻസ് ഉണ്ടോ, നമ്മൾ എങ്ങോട്ട് കയറിയാലും, അതായത് മെയിൻ റോട്ടിൽ നിന്ന് എങ്ങോട്ട് പോയാലും, ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണെങ്കിലും ഷോപ്പുകളാണെങ്കിലും റെസിഡൻഷ്യൽ ഏരിയ ഒക്കെ ആണെങ്കിൽ പോലും ഇതുപോലെ ഒരു എൻട്രൻസ് കഴിഞ്ഞിട്ടാണ് ഈ ഏരിയയിലേക്കെല്ലാം പോകുന്നത്. അതായത് ഇതൊരു മെയിൻ കവാടമാണ്. എല്ലാ സ്ഥലത്തേക്കുമുള്ള മെയിൻ കവാടത്തിൻ്റെ ഒരു തീം ഇതായിരിക്കും. എല്ലാവരും ഫോട്ടോ എടുക്കാൻ പോണ സ്ഥലം ഇൻസ്റ്റാഗ്രാമബിൾ സ്പോട്ട് ഓഫ് ജയ്പൂർ. ഓക്കെ, പോയി നോക്കാം. വേറെ പണിയൊന്നുമില്ല, റൂമിൽ പോയി കിടക്കാന്നുള്ളൂ. അല്ലെങ്കിൽ എന്നിട്ട് പോണ വയ്ക്കാൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഗാന എവിടെ പോയില്ലെങ്കിലും ഫുഡ് കഴിക്കാൻ പോകണം. നമ്മുടെ മെയിൻ അതാണ്. ഇവിടെ വന്നിട്ട് രാജസ്ഥാനി ഫുഡ് എന്തായാലും എക്സ്പ്ലോർ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ. എല്ലാ നേരവും പറ്റിയില്ലെങ്കിലും ഇന്നലെ എന്താണ് രാജസ്ഥാനി മീൽ പറഞ്ഞല്ലേ, രാജസ്ഥാനി താലി പറഞ്ഞു. പക്ഷെ നല്ല റേറ്റാണ്, ഒടുക്കത്തെ റേറ്റാണ്. 380 ഒക്കെയാണ്. 380 രൂപ, 350, എല്ലാം ഒരു 340 മുതലുള്ള സ്റ്റാർട്ടിങ്ങേ ഉള്ളൂ. ജയ്പൂർ വിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലേ? വാവേ കൊള്ളാം. അപ്പോൾ എവിടെന്നെങ്കിലും ഞങ്ങൾ ഒരു രാജസ്ഥാനി മീൽ അടിക്കും. അതെന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഇവിടെ മുഹമ്മദി പാലസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്. ഞാനിവിടെ രാജസ്ഥാൻ വന്നിട്ട് കഴിച്ചതിൽ നല്ലൊരു ഫുഡായിരുന്നു. ബിരിയാണി കഴിച്ചേ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു മന്തി സ്റ്റൈൽ സാധനം, കുറച്ച് സ്പൈസിയാണ്. ചിക്കനൊക്കെ ആണെങ്കിൽ അധികം എന്താ പറയുക, മസാലക്കൂട്ടൊന്നും ഇല്ലാണ്ട് പച്ചയ്ക്ക് വേവിച്ച പോലത്തെ ഒരു ഐറ്റം. പിന്നെ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഒരു മുഗൾ സ്റ്റൈലിലുള്ള ഒരു റെസ്റ്റോറൻ്റൊക്കെയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ആ വൃത്തിയുള്ളതിൻ്റെ ഒരു പരിശുദ്ധിയും ഒരു പൂർണ്ണതയൊക്കെ റെസ്റ്റോറൻറ്റിനുണ്ട് മൊത്തം. പക്ഷേ ഈ ഏരിയ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ടെന്നുള്ളത്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫേമസ് ആണ്, ഇവിടെയുള്ളൊരു ഫേമസ് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കിട്ടും, മുഹമ്മദി പാലസ്. നല്ല ഫുഡാണ്. ഇവരുടെ തന്നെ ഫേമസ് ആയിട്ടുള്ള വേറൊരു സാധനം കൂടെ ഉണ്ട്, തന്തൂരി റൊട്ടിയും. പിന്നെ അതിൻ്റെ കൂടെ മട്ടൻ നാരി എന്ന് പറഞ്ഞിട്ടൊരു കറി. അത് അടിപൊളിയാണെന്നാണ് ഇവന്മാർ പറയണത്. അതിനിപ്പോൾ നാളെയോ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോ ഞാൻ വന്ന് ഒന്നുകൂടെ കഴിക്കാം. ഇനിയപ്പം നേരെ റൂമിൽ പോവുക, റെസ്റ്റ് എടുക്കുക. ഉച്ചയ്ക്ക് മാക്സിമം നമ്മൾ റൂമിൽ റെസ്റ്റ് എടുക്കുമായിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാരണം നല്ല വെയിലായിരിക്കും. രാവിലെ മാക്സിമം രാവിലെയും വൈകിട്ടും കറങ്ങുക, ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കുക. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. അതുപോലെ വൈകുന്നേരം ഒരു 4 മണി മുതൽ
ഒരു 6-7 മണി വരെയുള്ള ടൈം ഒരു കാരണവശാലും എവിടെയാണെങ്കിലും മിസ് ചെയ്യരുത്. ഫോർട്ടോ അല്ലെങ്കിൽ ടൗണോ എവിടെയാണെങ്കിലും എൻജോയ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് റെസ്റ്റ് ചെയ്യുക. കയറിയില്ലടാ. ഓക്കെ പോട്ടെ. നമുക്ക് എൻജോയ് ചെയ്യാനും അല്ലെങ്കിൽ കാഴ്ചകൾ കാണാനും ഒക്കെ പറ്റിയ ഏറ്റവും നല്ല ടൈം രാവിലെയും വൈകിട്ടുമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ടൈം ഈ ഉച്ച ടൈം, അതായത് ഒരു 10 മണി മുതൽ ഒരു 3 മണി വരെയൊക്കെയുള്ള ആ ഒരു ടൈം. തണുപ്പുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടും വെയിലും ഒക്കെ ഉള്ള ടൈമായിരിക്കും. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു ടൈം ഇതാണ്. ജസ്റ്റ് സീസൺ തുടങ്ങുന്ന ഒരു ടൈമൊക്കെയാണ്. തണുപ്പുണ്ട്, പക്ഷേ നല്ല ബ്ലൂ സ്കൈ ഒക്കെ ആയിട്ട് നല്ല വിസിബിലിറ്റി ഒക്കെ ഉള്ള അടിപൊളി ക്ലൈമറ്റൊക്കെയാണ്. സംഭവം ഇത് നഗരം ക്ലീൻ ചെയ്യുന്ന, റോഡുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷേ നമ്മുടെ ബാംഗ്ലൂർ, ചെന്നൈ അങ്ങനെയുള്ളിടത്തേക്കുള്ള പോലെയല്ല. ഫ്രണ്ടിലൊരു ട്രാക്ടറൊക്കെ വെച്ചിട്ട് അതിനകത്ത് ഫുൾ സൗണ്ട് പാട്ടൊക്കെ വെച്ചാൽ പുള്ളി ക്ലീൻ ചെയ്യണേ. അങ്ങനെ ടൗണിലെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പുതിയൊരു ടൗണിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ചില സമയത്ത് അവിടുത്തെ ട്രാഫിക് നിയമങ്ങൾ, വഴികളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, അങ്ങനെ ചില സമയത്ത് ഒരു കൺഫ്യൂഷൻ വരും. അങ്ങനെ ചെറുതായിട്ട് ഞങ്ങളൊന്ന് പെട്ടു. ചെറുതായിട്ടൊന്ന് പോലീസ് പിടിച്ചു. മച്ചാൻ വഴിതെറ്റിച്ചല്ല, സിഗ്നൽ തെറ്റിച്ച് കയറി. പുള്ളി ആദ്യം എന്താ പറഞ്ഞേ, പൈസ കൊടുക്കണമെന്ന് കണ്ടല്ലോ പറഞ്ഞു. 1000 രൂപ ആവുന്നോ? പേടിപ്പിച്ചു. 1000 രൂപ കൊടുത്തില്ലെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നോ അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞു. റെന്റാന്ന് പറയരുതെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ നമ്മൾ റെന്റ് ബൈക്ക് എടുത്താലും ചില സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആളുകൾക്ക് അറിയാം ഇത് റെന്റ് ബൈക്കാണ്. അപ്പോൾ നമ്മളെ ലൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് നമ്മളെ പറ്റിക്കപ്പെടാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈറ്റ് ബോർഡുള്ള ഒരു വണ്ടി ഇങ്ങ് എടുത്തു. അങ്ങനെ ഹോസ്റ്റലിലെത്തി. ഇനി കുറച്ച് നേരം വിശ്രമമാകാം. കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഉച്ച കഴിഞ്ഞ് ഇറങ്ങാം. ഇതാണ് ഞങ്ങളെടുത്ത ഹോസ്റ്റൽ. കയറി വരുമ്പോൾ തന്നെ ഇങ്ങനൊരു ഏരിയ ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ പോലും ചെക്ക് ഇൻ ടൈം ആയിട്ടില്ലെങ്കിൽ നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. അത്യാവശ്യം വേണമെങ്കിൽ ലൈറ്റായിട്ടൊന്ന് ഉറങ്ങണമെങ്കിൽ പോലും അതിനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. നമ്മളെ ചെക്ക് ഇൻ ടൈം ആകുമ്പോഴത്തേക്കും നമുക്കിവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്ത് കയറിയാലും മതി. ഇതാണ് നമ്മുടെ റൂം. ഇവിടെയാണ് നമുക്കുള്ള ബെഡ് സ്പേസ്. ഇതേ അവിടെ. ഇവിടെ ഇന്നലെ രാത്രി 2-3 പെണ്ണുങ്ങളുണ്ടായിരുന്നു. നമ്മൾ കിടക്കാൻ നേരത്ത് വന്ന് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും കുളിയും മേക്കപ്പും പരിപാടിയൊക്കെ ആയിരുന്നു. ഇത് ഇന്നലെ ഇവിടെ അടുത്ത് തൊട്ട് ബാക്കിൽ മാർക്കറ്റുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ച ഓറഞ്ച്. അപ്പോൾ ഇപ്പോൾ ഓറഞ്ച് കഴിക്കാം. അത്യാവശ്യം നല്ല ക്ലീൻ നീറ്റ് പരിപാടിയാണ്, കുഴപ്പമില്ല. ബ്ലാങ്കറ്റും ബെഡ് സ്പേസും എല്ലാം കൊള്ളാം. ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഫ്രഷായി വീണ്ടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതൊരു ഫേമസ് ചായ ഷോപ്പാണ്. പിന്നെ കുറച്ച് സ്വീറ്റ്സൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ സ്വീറ്റ്സ് 1-2 ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ അടുത്തൊരു റൂഫ് ടോപ്പിൽ നമുക്ക് രാജസ്ഥാനി മീൽ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി നമുക്ക് രാജസ്ഥാനി മീൽ അടിക്കണം. അതായത് നമ്മുടെ നാട്ടിലെ കടലമിഠായി തന്നെ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയത്, കുറച്ചുകൂടെ വലുപ്പത്തിൽ ഇവരുടെ തന്നെ മിക്സിങ്ങിൽ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതാണ് ഞങ്ങൾ രാജസ്ഥാനി മീൽ കഴിക്കാൻ വന്ന ഹോട്ടൽ. നമുക്ക് കുറച്ച് ഉയരത്തിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നഹരംഗ ഫോർട്ടൊക്കെ കാണാം. പിന്നെ അതുപോലെ ജയ്പൂർ ടൗണിൻ്റെ ഒരു വലിയൊരു പ്രദേശവും നമുക്ക് കാണാം. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇനി നേരെ ആ മലയിലേക്ക് പോകും. അവിടെയാണ് നഹരംഗ ഫോർട്ട് ഉള്ളത്. നമുക്ക് ബൈക്കുള്ളതുകൊണ്ട് ഇതിലൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പം എത്താം. പിന്നെ കുറച്ച് ലോക്കൽ വൈബൊക്കെ പിടിക്കാം.
ഒരു റെഡ് ആൻഡ് യെല്ലോ കളറിൽ ഇങ്ങനെ സൂര്യാസ്തമയമൊക്കെ കണ്ട് ജയ്പൂർ എന്നുള്ള ഒരു മായാപുരി നമുക്ക് കാണാൻ പറ്റിയ ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അത്ഭുതം കൂടെ ഇവിടെയുണ്ട്. അതാണ് പടാവോ റെസ്റ്റോറൻറ്റ്. 100 രൂപ എടുത്ത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് എൻട്രൻസ് കിട്ടും, കൂടെ ഒരു ചായയും കിട്ടും. നമുക്കിവിടെ വന്നിട്ട് വീണ്ടും വേണമെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യാം. വൈകുന്നേരം വന്നിട്ട് നമുക്ക് ഡിന്നറൊക്കെ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാം. ഇവിടുത്തെ റെസ്റ്റോറൻറ്റും ലൈവ് മ്യൂസിക്കും ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ഇവിടുന്ന് എളുപ്പമൊന്നും വരാൻ തോന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു മാജിക്കൽ മൊമെൻറ്റും. അങ്ങനെ ജയ്പൂർ എന്ന പിങ്ക് സിറ്റിയുടെ ഒരു രാത്രി വ്യൂ ഒക്കെ കണ്ട് നല്ലൊരു അടിപൊളി ഡിന്നറൊക്കെ കഴിച്ച് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.